ചിലവർ പറയും സൂഫി എന്നും. സൂഫിക്ക് നല്ല മാർക്കറ്റ് ആയതുകൊണ്ട് എല്ലാവരും സൂഫിയാണെന്ന് പറയാം. മോളെ, ഞാൻ പറയുന്നത് ഞാൻ ഒരു സൂഫിയല്ല, ഈ പറയുന്ന സൂഫിയല്ല. സൂഫി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ആ യാഥാർത്ഥമാണ് ഞാൻ. ഇബ്രാഹിം നബി സൂഫിയായിരുന്നു. ഇബ്രാഹിം നബിൻ്റെ ശിഷ്യഗണങ്ങളും ആ ഇബ്രാഹിം നബിനെ പോലെ കരിമ്പടം പൊരിച്ച് നാട് ചുറ്റി നടക്കില്ലായിരുന്നു. പണി ഒരു ഭാഗത്ത് ഇരിക്കലല്ലായിരുന്നു. ഇപ്പോൾ ചുറ്റി നടക്കുമ്പോൾ അറേബ്യയിൽ നിങ്ങൾക്കറിയാലോ, മണൽക്കാറ്റിലൂടെ മണൽ കയറി കണ്ണിൽ മരുഭൂമിയിൽ ഇപ്പം മരുഭൂമിനെ തിരഞ്ഞ് വേറെ സ്ഥലത്തേക്ക് പോകണം. അവിടെയെല്ലാം പട്ടണങ്ങളും റോഡുകളും ബിൽഡിങ്ങുകളും ആയിപ്പോയി. മുമ്പ് മരുഭൂമി പ്രദേശമാണ് അധികം. അതിൽ കുടിയിൽ വെച്ച് കെട്ടി താമസിക്കുന്ന വീടുകളല്ലാതെ മണിമന്ദിരങ്ങളില്ലല്ലോ. അപ്പം ആ മണൽ കാറ്റടിച്ച് ഇപ്പോഴും കണ്ണിലും മുടിയും തലയിലും മേലെല്ലാം ആവുന്നതുകൊണ്ടാണ് ഒരു നീളക്കുപ്പായും തലപ്പാവും അണിഞ്ഞിട്ട് അറബികൾ ആകെ മൂടിപ്പൊച്ച് നടക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നതുകൊണ്ട് അവിടുത്തെ കാലാവസ്ഥ കൊണ്ടാണ്. ചിലവിൽ ഭയങ്കര തണുപ്പുള്ള പ്രദേശമാണെങ്കിൽ അവർ തണുപ്പിനുള്ള സാധനങ്ങളെല്ലാം ഇട്ടിട്ടായിരിക്കും നടക്കുക അല്ലേ. ഇങ്ങനെ ചൂടുള്ള പ്രദേശമാണെങ്കിൽ എല്ലാം ചെറിയ അര ട്രൗസറോ ബനിയനോ ഒക്കെ ഇട്ടിട്ടാണ് നടക്കുക, കാറ്റ് കിട്ടാൻ. എന്നെ പോലെ ആ ഇബ്രാഹിം നബി ആ പ്രദേശത്തെ മണൽക്കാറ്റും പ്രയാസങ്ങളും ഇല്ലാതിരിക്കാൻ അധിക സമയം മൂടിയിട്ടാണ് നടക്കുക. അതിന് മൂടാൻ പലതും കിട്ടിക്കൊള്ളുന്നില്ല. പാവം ദാരിദ്ര്യമായിരുന്നു, ജോലിയുമില്ല, പൈസ കിട്ടാനും ഇല്ലല്ലോ. അദ്ദേഹം ഒരു പുതപ്പും പൊതിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പൊതിച്ചിട്ട് ആണ് നടക്കുക. ഈ കമ്മീസ് ഇടുന്നതിനും തലപ്പാവ് അണിയുന്നതിനെല്ലാം കൂടെ ഇല്ലാത്തത് കൊണ്ട് എന്തോ ഒരു തുണി കൊണ്ടോ ഒന്നായിട്ട് മറക്കും. അതിനെന്തൊക്കെ പറയും, കരിമ്പടം എന്നൊക്കെ പറയും അല്ലേ. പൊതിച്ചിട്ട് നടക്കുക. ശിഷ്യന്മാരും അങ്ങനെ നടക്കുക. അങ്ങനെയല്ലേ നടക്കുന്ന അവർക്ക്. റസൂലുള്ളാഹിന്റെ കാലത്ത് ഞാൻ ഉത്ഭവത്തിലേക്ക് പോകുമ്പോൾ വിഷയം മാറിപ്പോ. അപ്പം നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ആ ഇബ്രാഹിം നബിൻ്റെ അങ്ങോട്ട് പോകേണ്ടി വരും അല്ലേ. ഇബ്രാഹിം നബിൻ്റെ ശിഷ്യഗണങ്ങൾ, ഇബ്രാഹിം നബി എന്താണെന്ന് വിശദീകരിച്ചേ പറ്റുള്ളൂ. ഇപ്പം ഇബ്രാഹിം നബി ഖുർആൻ പറയുന്നു, ഇബ്രാഹിം നബിക്ക് അള്ളാഹു സൂറത്ത് 6 അന്നാം 75 വചനത്തിൽ ഇബ്രാഹിം നബിക്ക് അള്ളാഹു പ്രപഞ്ച സൃഷ്ടികർമ്മങ്ങളും രാജാധിപത്യ രഹസ്യങ്ങളെല്ലാം കാട്ടിക്കൊടുത്തിരുന്നു. അദ്ദേഹം യാഥാർത്ഥമായി തീരാൻ വേണ്ടി എന്ന് ഖുർആൻ പറയുന്നു.